ഹലോ. അപ്പോൾ നമ്മളിതാ നെസ്റ്റോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മിക്ക സൺഡേസിലും നെസ്റ്റോയിലേക്ക് ഒരു പോക്കുണ്ടല്ലോ. പക്ഷേ ഇന്ന് ഞാനും ഡോൺ ചേട്ടനും മമ്മിയും പാച്ചും കൂടിയിട്ടാണ് പോകുന്നത്. ഡിവൈൻ വന്നിട്ടില്ല. തോമുവും ചാക്കോച്ചനും ഇല്ല, ഡാഡിയും ഇല്ല. അവരെല്ലാവരും വീട്ടിലാണ് കേട്ടോ. തോമുവിന് കുഞ്ഞൊരു പനി. എന്നാൽ പിന്നെ അവനെ കൊണ്ടുപോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഡോൺ ചേട്ടൻ കാറ് പാർക്ക് ചെയ്യാൻ പോയിരിക്കുകയാണ്. ഞാനും മമ്മി ഇതേ ഇവിടെ ഉണ്ട്. അപ്പോൾ അവൻ്റെ ബാഗും കൊണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ മെയിനായിട്ട് എടുക്കുന്നത് ഡയപ്പേഴ്സാണ്. ഇവിടെ അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഉള്ള കാരണം ഇവിടെ നിന്നാണ് കൂടുതലും ഡയപ്പർ, ഇവിടെ നിന്നും റിലയൻസിൽ നിന്നാണ് കൂടുതൽ വാങ്ങിക്കാറ്. അപ്പോൾ ഡയപ്പർ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ആവശ്യമുള്ള സ്നാക്സ് മേടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മെയിൻ അജണ്ട. കാരണം അവർക്ക് നാളെ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ അവർക്ക് അത്യാവശ്യമുള്ള കുക്കീസ്, നൂഡിൽസ്, പിന്നെ ചീസ്, പാച്ചൊരു ചീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കേക്ക്സ്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെയുള്ള അത്യാവശ്യ സാധനങ്ങൾ. പിന്നെ എൻ്റെയും പാച്ചുവിൻ്റെയും ഫേവററ്റാണ് അവിടുത്തെ ഡോനട്ട് കേട്ടോ. പിന്നെ നമ്മുടെ പിള്ളേർക്ക് പിസ്സ ഇഷ്ടമാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവിടുത്തെ ബ്രെഡ് പിസ്സ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അവിടുത്തെ വെജിറ്റബിൾ ബ്രെഡ് പിസ്സയും ഞാൻ വാങ്ങിച്ചു. പിന്നെ ഇന്നത്തെ ഡിന്നറും നമ്മൾ നെസ്റ്റോന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ സ്പ്രെഡ്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സൈഡിൽ തട്ടുകട വിഭവങ്ങളും പിസ്സ, ബ്രോസ്റ്റഡ് ചിക്കൻ, അൽഫാം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് പലതരത്തിലുള്ള സാധനം, കബാബ്സ്, ടിക്ക, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണ് വാങ്ങിച്ചത്. ഇത് ഫുള്ള് കണ്ടോ ഫ്രൂട്ട് ബ്ലെൻഡ്സാണ്. ഇത് നമുക്ക് പിള്ളേർക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കാനോ സ്മൂതിയോ ഷേക്കോ എങ്ങനെ വേണമെങ്കിൽ അടിച്ച് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാനങ്ങനെ പാച്ചുവിന് അങ്ങനെ അധികം തണുപ്പുള്ളത് ഞാൻ കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല. മാത്രമല്ല പിന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് അടിക്കുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ജസ്റ്റ് നോക്കി വെച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേ 2 ബാസ്ക്കറ്റിലായിട്ട് സാധനങ്ങൾ മേടിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇതേ പെട്ടെന്ന് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുവാണ്. അപ്പോൾ രാത്രി ഞങ്ങൾ ചെന്നിട്ട് വേണം, ഇതൊക്കെ എത്തിയിട്ട് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്. ഡാഡിയും ഡിവൈനും ഞങ്ങൾ വന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഫ്രൂട്ട് ഷോപ്പിലും കയറി അത്യാവശ്യം ഫ്രൂട്ട്സ് വാങ്ങിച്ചു. ഡാഡിക്ക് ഇടനേരത്ത് കഴിക്കാൻ നേന്ത്രപ്പഴം വാങ്ങിക്കൂട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വ്ളോഗൊക്കെ എടുക്കണം കണ്ടിട്ട് പാച്ചും ഫോൺ എടുത്തിട്ട് വീഡിയോയും അവൻ്റെ സെൽഫി ഫോട്ടോയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ നമ്മൾ പറയുന്നതനുസരിച്ച് ചേട്ടാ ബനാന വേണം, ഓരോന്ന് ഓർഡറൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നമ്മുടെ സ്ഥിരം സ്ഥലമായതുകൊണ്ട് കാറിൽ നിന്ന് പുറത്ത് പോലും ഇറങ്ങിയില്ല. അവിടെ നിന്ന് തന്നെ ഓരോന്ന് പറഞ്ഞ് കാറിലിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ബില്ല് കൊടുത്തിട്ട് പോരുക ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടുത്തെ മാംഗോ ജ്യൂസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഫ്രഷ് മാംഗോ ജ്യൂസ്. അപ്പോൾ അതും എല്ലാവർക്കും ഓരോന്ന് വാങ്ങിച്ചു. അപ്പോൾ പാച്ചു അത് വേണം, ബനാന വേണം എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ അവിടുന്ന് ഫ്രീ ആയിട്ട് 2 പൂവമ്പഴവും തന്നു, അതും കഴിച്ചു. പിന്നെ എന്താണ് അവിടെ കുറേ പുതിയ ഫ്രൂട്ട്സൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഓരോന്ന് ടേസ്റ്റ് ചെയ്തു. അങ്ങനെ വേഗം വീട്ടിലെത്തുമ്പോഴേക്കും 10:15 ആയിട്ടുണ്ടായിരുന്നു. ഒതുക്കുന്നതിനൊക്കെ മുമ്പ് വേഗം നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭക്ഷണമൊക്കെ ചേട്ടൻ എടുത്ത് വെക്കുന്ന നേരം കൊണ്ട് ഞാൻ എല്ലാം വേഗം പൊട്ടിച്ച് ചെപ്പുകളിലാക്കി കയറ്റിയിട്ടോ. ഇതാ കണ്ടോ നമ്മുടെ പണി എളുപ്പത്തിന് വലിയ വെളുത്തുള്ളി ഞാൻ വാങ്ങിച്ചു. ഇത് നമ്മുടെ ചാക്കോച്ചിന് കുറിക്കാനായിട്ടൊരു മറ്റേ സൂപ്പ് സ്റ്റിക്ക് വാങ്ങിച്ചതാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഡിവൈനും ഡോൺ ചേട്ടനൊക്കെ നേരത്തോടെ കയറി ഇതേ മമ്മി ഇതാ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി പുതിയ സ്റ്റോക്സ് ആൻഡ് ഓർണമെൻറ്റ്സിൻ്റെ സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട്. ബാംഗിൾസായിട്ടും നെക്ലസ്, ചോക്കർ, വാച്ച്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു സമയത്താണ് കൂടുതൽ എൻക്വയറി ഉണ്ടാവുക. പിന്നെ നാളെ ഉച്ചയ്ക്ക് കൊറിയർ ചെയ്യാൻ്റെ പാക്കിംഗ് ഒക്കെ ഈ ഒരു സമയത്താണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോൾ കിടക്കുമ്പോഴും പാതിരയാണ്. ഹായ്. അപ്പോൾ കുറേ ദിവസമായില്ലേ എന്നിങ്ങനെ കണ്ടിട്ട്. എന്നെ കണ്ട് പേടിക്കരുത് കേട്ടോ. ഞാൻ കിടക്കാൻ പോകുന്നതിന് മുമ്പ് മുടിയൊക്കെ അതേ മുറിക്ക് മെടഞ്ഞ് നൈറ്റ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്തിരിക്കുവാണ്. അപ്പോൾ അതാണ് ഈ കോലം. എന്തായാലും ഞാൻ വിചാരിച്ചു കുറേ ദിവസമായി നമ്മൾ മര്യാദയ്ക്ക് ഒരു വീഡിയോ അല്ലെങ്കിൽ മര്യാദയ്ക്കുള്ളൊരു വ്ളോഗ് എടുത്തിട്ട്. അപ്പോൾ ഇന്നും എനിക്ക് അതിനുള്ളൊരു സാഹചര്യം, ഒരു സമയം കിട്ടിയില്ല. പിന്നെ മടി അതുമുണ്ട്, എല്ലാതും ഉണ്ട്. നമ്മൾ ഒരു കാര്യം നമുക്ക് എന്തായാലും വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് സാഹചര്യം ഇല്ലെങ്കിലും നമ്മളത് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ എന്തോ ഞാൻ പറയാറുള്ളൂ, ഇടയ്ക്ക് എനിക്കൊരു മടി കയറും. അപ്പോൾ പിന്നെ അവിടുന്ന് വീണ്ടും കരകയറി വരും, വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മടി വരും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ക്യാരക്ടർ. അങ്ങനെയാണ്, ഇത്തിരി ലേസിനെസ്സൊക്കെ ഇടയ്ക്ക് കയറി വരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ്. പിന്നെ മാത്രമല്ല കുറച്ച് എൻഗേജ്ഡും ആയിരുന്നു. അതും നിങ്ങൾ തരുന്ന സപ്പോർട്ടോട് തന്നെയാണ് എൻഗേജ്ഡ് ആയത്. ഞാൻ പറഞ്ഞല്ലോ സാരിയുടെ
ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അപ്പം ഫുൾ ടൈം നമ്മൾ ഓൺലൈനിലിരിക്കുമ്പോൾ ഒത്തിരി പേര് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒത്തിരി പേര് ഇതിൻ്റെ എൻക്വയറിക്കായിട്ട് ഇരിക്കും, നമ്മൾ അതിന് വേണ്ടി കുത്തിയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരു വേറെ കാര്യങ്ങളിലേക്ക് എനിക്ക് പോകാൻ പറ്റുന്നില്ല. എനിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് എനിക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയൊക്കെ വ്ളോഗ്സ് ഒന്നും പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും വേണമെങ്കിൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വേണമെങ്കിൽ എടുക്കാമായിരുന്നു. ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. എൻ്റെ സ്പെഷ്യലായിട്ട് ഉച്ചയ്ക്ക് നല്ല അടിപൊളി ലഞ്ചായിരുന്നു. മിക്സഡ് ഫ്രൈഡ് റൈസും ചില്ലി പ്രോൺസും ഡിവൈൻ്റെ ഒരു സ്പെഷ്യൽ തട്ടുകട ചിക്കൻ ഫ്രൈയും ഒക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ലഞ്ചാണ് ഒരുക്കിയത്. എല്ലാം ഒരുക്കി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്തത്, പക്ഷേ ഇത് ഇന്നത്തെ മെനു അല്ലെങ്കിൽ ഇന്നത്തെ ആ ഒരു കുക്കിംഗ് വീഡിയോ എടുത്തെങ്കിൽ നന്നായേനെ എന്ന് എനിക്ക് തോന്നിയത്. പക്ഷേ അപ്പോൾ എടുത്തില്ല. മാർക്കറ്റിൽ പോയി വന്നതിൻ്റെ തിരക്കും അത് ഒതുക്കി വയ്ക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ ചെയ്ത് ഒരു 7:30 ഒക്കെ ആയപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ ഇന്ന് പിന്നെ നെസ്റ്റോയിൽ പോകാൻ. കാരണം പിള്ളേരുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞല്ലോ. അപ്പം നാളെ സ്കൂളിലേക്ക് വിടണം. അപ്പോൾ സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടാനുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ വീട്ടിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ റെഡി ആയിട്ട് പോകാനുള്ള ഒരു മടി ചില സമയങ്ങളിൽ അങ്ങനെയാണ്. പിന്നെ എനിക്ക് വയറുവേദനയും കാര്യങ്ങളായിട്ടും അതിൻ്റെയും കുറച്ച് ഡിസ്കംഫേർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ലേസി ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ബിസിനസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് ഞാൻ വിചാരിച്ചേക്കാളും ഒത്തിരി നന്നായിട്ട് പോകുന്നുണ്ട്. അതിന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഞാൻ വളരെ കുറച്ച് ഓർഡേഴ്സൊക്കെ ആദ്യം കിട്ടുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ ഡെയിലി 10ഉം 15ഉം കൊറിയർ നമുക്ക് അയക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് പുതിയ സ്റ്റോക്കുകൾ കൊണ്ടുവരാവുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. നമ്മൾ കൊണ്ടുവരുമ്പോഴേക്കും നമ്മൾ വിചാരിച്ചേക്കാൾ സ്പീഡിലെല്ലാം എന്താ പറയുക എല്ലാം വിറ്റ് പോകുന്നുണ്ട്. ഭയങ്കര സന്തോഷം കേട്ടോ. ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് എന്താ പറയുക ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ ഒരു മൊമെൻ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഭയങ്കര സന്തോഷമായി. അപ്പം പറഞ്ഞു വന്നത് നെസ്റ്റോയിൽ പോയി. അപ്പോൾ തോമുവിന് പനിയാണ്. തോമുവിന് 2 ദിവസമായിട്ട് ചെറിയ പനിയൊക്കെ ഉണ്ട്. അവന് മരുന്ന് കഴിക്കാനും കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അവനെ കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചു. ഡിവൈനും പിള്ളേരും ഡാഡിയും ഇവിടെ നിന്നു. ഞാനും ഡോൺ ചേട്ടനും മമ്മിയും പാച്ചും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ഒരുപാട് സമയമൊന്നും നിന്നില്ല. പെട്ടെന്ന് അത്യാവശ്യ സാധനങ്ങൾ എടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഡിവൈനും ചേട്ടനും പിള്ളേരും വേഗം കയറി. നേരത്തെ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ 10 മണിയായി ഇവിടെ എത്തുമ്പോൾ തന്നെ. ഭക്ഷണം കഴിച്ച് ഉടനെ കയറി. അല്ലെങ്കിൽ ഒരു വർത്തമാനം പറയാൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് അതിന് പറ്റിയില്ല. കാരണം തോമിനൊട്ടും വയ്യ. അപ്പോൾ അവരെ മിക്കവാറും നാളെ ക്ലാസ്സിൽ വിടില്ല. പക്ഷെ പാച്ചുവിനെ വിട്ടിട്ട് എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളായിരുന്നത്. ഇനിയിപ്പോൾ നാളെ അത്യാവശ്യം ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ്. നോക്കട്ടെ, ഞാൻ പറ്റുവാണെങ്കിൽ ഡേ ഇൻ മൈ ലൈഫായിട്ട് വരാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് ചെയ്യണം എന്നുണ്ട്. നോക്കട്ടെ, എന്നെ പോലെ ചെയ്യാം കേട്ടോ. പിന്നെന്താ വേറെ വിശേഷം? പിന്നെ നമ്മുടെ സാരിയുടെ കാര്യങ്ങൾ. സാരി ആദ്യം ഞാൻ കുറച്ച് സ്റ്റോക്ക് കൊണ്ടുവന്നു. അതാണ് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ആയിട്ടിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഇപ്പം നമുക്ക് കുറേ കോണ്ടാക്ട്സ് ആയി. ഇപ്പം ഞാൻ ഡയറക്റ്റ്ലി ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഓരോരുത്തരുടെയും അവരുടെ പേഴ്സണൽ റിക്വയർമെൻറ്റ് ചോദിച്ച് അതിനനുസരിച്ചുള്ള സാരികൾ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തി അങ്ങനെ ഓരോരുത്തർക്കും ഒരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്ത് അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ എത്തിക്കാനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള നല്ലൊരു ടൈപ്പും കിട്ടിയിട്ടുണ്ട് ഒരു ഇതായിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഇന്ന ടൈപ്പ് അല്ലെങ്കിൽ ഇന്ന ബഡ്ജറ്റിൽ ഇന്ന രീതിയിലുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്കത് നിങ്ങളുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ നമുക്കത് എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവരും ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടംപോലെ ആൻറ്റിക് ഓർണമെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു മമ്മിയുടെ ചാനലിലെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കാണുക. അല്ലെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ അതും സെൻഡ് ചെയ്ത് തരാം. നമ്മൾ ഫുൾ ടൈം ഓൺലൈനിലുണ്ട്. നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മാക്സിമം അപ്പം തന്നെ റെസ്പോൺസ് ഉണ്ടാവും. സ്റ്റാറ്റസായിട്ടും എല്ലാം ഇട്ട് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് സ്റ്റാറ്റസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യാം.
അപ്പോൾ നമ്പർ ആഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് സ്റ്റാറ്റസ് എല്ലാം കാണാം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇഷ്ടപ്പെട്ട സാരിയോ അല്ലെങ്കിൽ ഓർണമെൻറ്റ്സോ കാണുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് മെസ്സേജ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് കൂടുതലും എബ്രോഡുള്ള കുറേ നല്ല നല്ല കസ്റ്റമേഴ്സാണ് കേട്ടോ. ഇവിടെ നാട്ടിലുള്ള അമ്മമാരുടെ ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ സിസ്റ്റർ കസിൻസിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള എനിക്ക് ഒരു 90% കസ്റ്റമേഴ്സ് നമുക്ക് പുറമേ ഉള്ളവരാണ്. അപ്പം അവർക്കും എന്താ പറയുക, അവർക്കും അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമ്പോഴും ഭയങ്കര സന്തോഷമുണ്ട്. അതിൽ പലരും ഇപ്പോൾ പേഴ്സണലി ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സാരിയുടെ കേസിന് വന്നിട്ട് പേഴ്സണലി കണക്റ്റായ 1-2 പേരും ഉണ്ട്. അപ്പോൾ എന്തായാലും മാനസികമായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനിയിപ്പോൾ വ്ളോഗ്സായിട്ട് വേഗം വരാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. കിടക്കാൻ പോവാണ്. ഓൾറെഡി 12:15 പാച്ചുവിനെ വേഗം കെടുത്തി ഉറക്കണം. നാളെ ക്ലാസ്സിന് വിടാനുള്ളതാണ്. പാച്ചു ആദ്യമായിട്ടാവും തോന്നില്ലാണ്ട് പോകണ്ടാവുക ക്ലാസ്സിലേക്ക്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഒരു ചിനുങ്ങലും കരച്ചിലും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അറിയില്ല. എന്തായാലും നോക്കട്ടെ, ഞാൻ പറ്റുവാണെങ്കിൽ നാളത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിടാം കേട്ടോ. അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ.